ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ്, ക്യൂബക്കിലേക്കാണ്. അപ്പോൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഈ യാത്രയിൽ നിങ്ങളെയും ഒപ്പം ക്ഷണിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നല്ല സ്ഥലമാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ സന്ദർശിക്കാനും, അവിടെ ഞങ്ങളോടൊപ്പം 2 ഫാമിലിയും കൂടിയുണ്ട്. അപ്പോൾ അവരോടൊത്ത് ഒരു 3 ദിവസം ചിലവഴിക്കാനാണ് ഇന്നത്തെ ഈ യാത്ര. അപ്പോൾ ഈ യാത്രയിലുടനീളം അത് നിങ്ങളെ കാണിക്കാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും നിങ്ങളെയും ഈ യാത്രയിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്യൂബക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര പുലർച്ചെ 2:45 ആരംഭിച്ചു. ആ സമയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം 950 കിലോമീറ്ററോളം ഉണ്ട് ക്യൂബക്കിലേക്ക് ഇവിടെ വിൻസറിൽ നിന്ന്. അപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന സമയമാണ്, നമുക്ക് രാവിലെ സമയം. ആ സമയത്ത് നമുക്ക് യാത്രയ്ക്ക് വലിയ തടസ്സമില്ലാണ്ട്, അവരുടെ വാശിയോ പ്രശ്നമില്ലാണ്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ സമയം തിരഞ്ഞെടുത്തത്. യാത്രാമധ്യേ ഞങ്ങൾ ഓൺ റൂട്ടിൽ എത്തി. അവിടെ വന്ന് ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് യാത്ര തുടർന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമായി. കാരണം ഒന്ന് ഈ ലോങ് ട്രിപ്പിൽ ഇപ്പോൾ ഒരു 4 മണിക്കൂർ നേരത്തെ യാത്ര പിന്നിട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഓൺ റൂട്ടിൽ കയറി കുറച്ച് സമയം ചിലവഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളുടെ യാത്ര പുനരാരംഭിച്ചു. യാത്രാമധ്യേ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശവും ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൽ, പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. മരങ്ങളെല്ലാം, ഇലകളെല്ലാം പല കളറിൽ പൂമരങ്ങൾ പോലായി കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കാനഡയിലെ ഒരു പ്രത്യേകതയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. അങ്ങനെ മോൺട്രിയലെത്തി. മോൺട്രിയൽ സിറ്റിയാണ് ഈ കാണുന്നത്. വലിയ സിറ്റിയാണ്. കെട്ടിടങ്ങളും അതുപോലെ വലിയ വലിയ കെട്ടിടങ്ങളാണ്, കാണാൻ ഭംഗിയുള്ള കെട്ടിടങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇത് മൊത്തം കറങ്ങി കണ്ടു. നമുക്ക് പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഇറങ്ങി സ്ഥലങ്ങളിലേക്കൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. ഇവിടെ കാനഡയിൽ 3 ദിവസം അവധിയായിരുന്നു. അപ്പോൾ ലോങ് വീക്കിൻ്റെ ആയതുകൊണ്ട് ഒത്തിരി പേര് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഈ യാത്രയിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു. കൂടുതൽ സമയമൊന്നും അവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. എന്തായാലും ഇത്രയും ഭംഗിയുള്ള ഒരു സിറ്റി കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു.
ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടെത്തി കയറി. അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ മസാല ദോശ വാങ്ങിച്ചു. എല്ലാവർക്കും ചായ എല്ലാവർക്കും ഇഷ്ടമായി. ഭക്ഷണം കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. ക്യൂബക്കിലെത്തണം. ഒരു 5:30-6 മണിയാകുമ്പോഴേക്ക് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കണേ. രാവിലെ പുലർച്ചെ 2:45 പുറപ്പെട്ട യാത്രയാണ്. ക്യൂബക്കിലെ എയർബിഎൻബിയിലാണ് ഞങ്ങൾ ക്വാർട്ടേഴ്സ് എടുത്ത് താമസിച്ചത്. 3 ഫ്ലോറ് ഉള്ള 5 ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ള ഒരു വീടാണ്. നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. ക്വാർട്ടേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി സൗകര്യങ്ങളുള്ള ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇവിടെ ഈ ഹൈക്കിങ്ങിന് വരുന്ന ആളുകളാണ് ഈ പോൾ സീസണിൽ ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ ചെറിയ ചെറിയ ട്രെയിലുകൾ ഉണ്ട്. ട്രെയിലുകൾ എന്ന് പറയുമ്പോൾ നടപ്പാതകൾ. അതിലൂടെ പ്രകൃതി ഭംഗി കണ്ട് ഇങ്ങനെ മല കയറാനും അതുപോലെ തന്നെ ഇവിടുത്തെ നേരത്തെ പറഞ്ഞില്ല മരത്തിൻ്റെ കളറുകളൊക്കെ ഇലകളുടെ കളറുകളൊക്കെ മാറുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര പുനരാരംഭിക്കുകയാണ്. സ്ഥലങ്ങൾ കാണാനായിട്ട് വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ടൂറിസ്റ്റ് മേഖലയിൽ എത്തിച്ചേർന്നു. ഒത്തിരി പാറ കെട്ടുകൾക്ക് മുകളിൽ വലിയ വലിയ കോട്ടേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി കാറുകളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒത്തിരിയേറെ ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മലകളിൽ നിന്ന് മലകളിലേക്ക് കേബിൾ കാറുകളുണ്ട്. നിറയെ കേബിൾ കാറുകളുണ്ട്. അപ്പോൾ അത് ഫ്രീ സർവീസാണ്. അപ്പോൾ അതിൽ നമുക്ക് യാത്ര ചെയ്ത് നമുക്ക് ഈ സ്ഥലങ്ങൾ ഏറ്റവും ഉയരത്തിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ പ്രകൃതിയുടെ ഭംഗി മുഴുവൻ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്രമാത്രം ജനങ്ങൾ ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര ജനങ്ങൾ ഉണ്ടായിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ സ്പീഡായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്നാലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം വെതർ നല്ല വെതറായിരുന്നു. വലിയ അത്ര ചൂടുണ്ടായിരുന്നില്ല. തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് സാധിച്ചു. കുട്ടികൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ഫാമിലി എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലും അതുപോലെ തന്നെ ബിബിനും അവരുടെ അമ്മയും കൊച്ചും, അതുപോലെ തന്നെ മരിയും ഷീനും, പിന്നെ ജെറി, ജീന, ജോയ്സി, ഞാൻ, അന്നു മോള്, പിന്നെ ഈപ്പൻ, അങ്ങനെ അടങ്ങിയ ഒരു 12 പേരടങ്ങിയ ഒരു ടീമാണ് ഞങ്ങളിവിടെയൊക്കെ സന്ദർശിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്, ഈ 3 ദിവസങ്ങൾ. അപ്പോൾ അതിലത്തെ ഒരു യാത്രയുടെ ഒരു മെയിൻ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒത്തിരി കെട്ടിടങ്ങൾ, അതുപോലെ ഒത്തിരി ആളുകൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യാത്രകൾ, മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് സന്തോഷം നൽകിയൊരു ദിവസമായിരുന്നു. എവിടെ
ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ്, നീണ്ട വരിയാണ്. അങ്ങനെ ഹോട്ടലിലേക്ക് പ്രവേശിക്കാറായി. ഹോട്ടലിലെത്തി ഞങ്ങൾക്ക് കിട്ടിയത് പിസയും അതുപോലെ ഗാർലിക് ബ്രെഡും അതുപോലെ ജ്യൂസും ഒക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനത്തെ കിട്ടുള്ളൂ. പക്ഷെ ഒത്തിരി ഹോട്ടലുകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഒത്തിരി സമയം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ കൂടുതലും കഴിക്കുന്ന ഭക്ഷണമാണ് ഇതൊക്കെ, പിസ്സ. ഇപ്പം നമ്മുടെ നാട്ടിലും ആയി തുടങ്ങിയെന്ന് വിചാരിക്കും ഞാൻ. പിസ്സയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആൾക്കാർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം, ഇതാണ് ഇവിടുത്തെ. അങ്ങനെ കേബിൾ കാറിൽ കയറാനുള്ള വരിയിലാണ് ഞങ്ങൾ. കേബിൾ കാറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ മലയിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ അതിൽ ഷീനും മരിയ ആദ്യം കയറി, ഞങ്ങൾ പുറകെയുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ഉള്ള യാത്രയിലേക്ക് കടന്നു. ഞാനും ജോയ്സും കയറി. അപ്പോൾ യാത്ര ആരംഭിച്ചത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയ്സമ്മയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി, എന്നാലും കുഴപ്പമുണ്ടായില്ല. അങ്ങനെ കേബിൾ കാറ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു യാത്രയാണ് എൻ്റെയും ജോയ്സിയുടെയും കേബിൾ കാറിലെ യാത്ര. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ആദ്യത്തെ മല കയറി ആദ്യത്തെ സ്പോട്ടിൽ ഞങ്ങൾ എത്തിച്ചേരണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെന്ന സ്ഥലം പോലെ തന്നെ ഒത്തിരി സ്പേസ് ഉണ്ട് ആളുകൾക്ക് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇതാണ്ട ഈ കേബിൾ കാറിൽ പോകുമ്പോൾ കാണുന്ന ഭംഗി കണ്ട, അതായത് എന്തോരം ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ ആളുകൾക്ക് ടൂറിസ്റ്റുകൾക്കും താമസിക്കാനുള്ള കോട്ടേജുകളും കാര്യങ്ങളൊക്കെയാണ്. അത്രമാത്രം ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഈ രാജ്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ടൂറിസ്റ്റ് മേഖലയ്ക്ക്. അപ്പോൾ അത് വലിയൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അത് ആളുകൾ ഇവിടെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആളുകളൊക്കെ ഇതൊക്കെ വിസിറ്റ് ചെയ്യണു. അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്കും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാനായിട്ട് സാധിച്ചല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ കേബിൾ കാറിലാണ് ഇപ്പോൾ ജോയ്സമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോയ്സമ്മ സന്തോഷമായി ജോയ്സമ്മയ്ക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിലൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുക, ദൈവം തരുന്നൊരു ഗിഫ്റ്റ് പോലെ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ മക്കളിങ്ങനെയൊക്കെ പുറത്തുള്ള കാരണത്താൽ നമുക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് സാധിച്ചു. അടുത്ത മലയിലേക്ക് കയറാനുള്ള തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. കാരണത്താൽ ഞങ്ങൾക്ക് അടുത്ത മലയിലേക്ക് പോകാൻ സാധിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതാണ് ഈ രണ്ട് സൈഡിൽ, ഈ സൈഡിലുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത സൈഡിലുണ്ട് ഈ കേബിൾ കാറുകൾ പോകുന്നത്. അത്രമാത്രം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ജനങ്ങൾ കൂടിയത് കാരണത്താൽ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അത്ര സമയം വെയിറ്റ് ചെയ്യണം. പിന്നെ വീണ്ടും അവിടെ ഞങ്ങൾക്ക് ഈ കേബിൾ കാറിൽ കയറണമെങ്കിൽ ഇനി ആ മലയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇനി വേറെ കണക്ഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇവിടെ വരെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചുള്ളൂ. ഇവിടെ ഒത്തിരി ആളുകളുണ്ട്, കുട്ടികളും അതുപോലെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞത് തിരിച്ച് താഴേക്ക് എത്തി.
ഞങ്ങളുടെ മടക്കയാത്രയിൽ ടൊറൻഡോയിൽ മിസ്റ്റർ ജോൺസ് എന്ന് പറഞ്ഞ കേരള കിച്ചണിൽ നിന്നാണ് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾക്ക് നാടൻ ഫുഡ് കിട്ടി, എല്ലാതരം ഭക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോയ്സമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് ഈ 3 ദിവസത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയാം കിട്ടിയത് അവിടെ നിന്നായിരുന്നു. അവർക്ക് കേരളത്തിൽ അതുപോലെ ഫോറിനിൽ എല്ലായിടത്തും അവരുടെ ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വലിയ ടീമാണ് മിസ്റ്റർ ജോൺസ്. അപ്പോൾ അവിടുത്തെ ഭക്ഷണം അതുപോലെ അത്രയധികം സ്റ്റാഫുകളുണ്ട്. അവിടെ നല്ല ഭക്ഷണമായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം വളരെ ഇഷ്ടമായി. മിസ്റ്റർ ജോൺസിലേക്ക് കേരള ഫുഡ് കിട്ടും ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, എല്ലാവരും ഉണ്ട്. ഇനി രണ്ട് വീട് എത്താണ്ടതാ ഇതെത്താണ്ട്. ഇറങ്ങിയിട്ട് കുറെ നടക്കണം. അപ്പം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ ആ ടൈപ്പുള്ള ഒരാൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എന്താണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഒരു പുതിയ വീഡിയോയുമായിട്ട് നാം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ബായ്.